പ്രിയമുള്ളവരെ, ഇൻഷുറൻസ് ഫാക്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സീനിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മോഡൽ സ്കൂളിൽ 4 വർഷം സീനിയറായിട്ട് എന്നോടൊപ്പം പഠിച്ചിരുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ശിവകുമാർ LICയിൽ നന്നായിട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടല്ലോ, കാണുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അപ്രീഷിയേറ്റ് ചെയ്തു. അതിനുശേഷം പറഞ്ഞു ഏറ്റവും നല്ലൊരു LIC പോളിസി ഒന്ന് സജസ്റ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ 27 വയസ്സുള്ള മകൻ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ ക്ലാസ് 1 ഓഫീസർ ഡയറക്റ്റായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഏതാണ്ട് 1 വർഷം 1.5 വർഷമായിട്ടായി. ഇനി ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ തുടങ്ങണം, ഇൻഷുറൻസൊക്കെ ചെയ്യണം. അപ്പം ഏറ്റവും നല്ല ഒരു പ്ലാൻ ഒന്ന് പറയണം, അവനോടൊന്ന് പറയാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ചേട്ടനും എനിക്കും ഇഷ്ടപ്പെടുന്നതിലല്ല കാര്യം. LICയുടെ ഓരോ പ്ലാനും ഓരോരുത്തർക്കാണ് ഇഷ്ടപ്പെടുക. അതെന്താണ് അടിസ്ഥാനമെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരുടെ ആവശ്യം എന്താണോ അതിന് ഉതകുന്ന പ്ലാൻ ആകുമ്പോഴാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹമായിട്ടൊരു സൂം മീറ്റിംഗ് വേണം, മോനുമായിട്ടൊരു സൂം മീറ്റിംഗ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൂം മീറ്റിംഗ് അന്ന് വൈകിട്ട് രാത്രി തന്നെ സംഘടിപ്പിച്ചു. ഒരു 1-1.5 മണിക്കൂറോളം ആ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചു. മിടുമിടുക്കനാണ്, കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ അദ്ദേഹത്തോട് LICയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഏത് തരം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അങ്കിളെ എനിക്ക് LICയിൽ പ്രീമിയം ഇടാനേ താല്പര്യമില്ല. ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി അങ്ങനെ? അത് ഏതോ മ്യൂച്വൽ ഫണ്ടിൻ്റെയോ മറ്റോ ഏതോ ഒരു പ്രൊപ്പഗേറ്റേഴ്സൊക്കെ ഒരുപാട് റീൽസൊക്കെ ഇറക്കുന്നുണ്ട്, LIC പ്രീമിയം നഷ്ടമാണ്, അതിന് വരെ മ്യൂച്വൽ ഫണ്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ വന്ദേ ഭാരതിലും നമുക്ക് യാത്ര ചെയ്യാം, പരശുറാമിലും യാത്ര ചെയ്യാം, ഗുരുവായൂർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാം, പാസഞ്ചർ ട്രെയിനിലും യാത്ര ചെയ്യാം. പക്ഷെ നമ്മൾ തീരുമാനിക്കും എന്തിനാണ് ഈ വണ്ടിയിൽ കയറുന്നത്, എന്തുകൊണ്ട് ഇന്ന ക്ലാസ്സിൽ യാത്ര ചെയ്യണം എന്നുള്ള സുഖവും സൗകര്യങ്ങളും തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും റീലല്ല തീരുമാനിക്കേണ്ടത് നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, ഏറ്റവും കുറച്ച് ഇൻവെസ്റ്റ്. അത് നമ്മുടെ ലൈഫ് നീഡ്സ് അനുസരിച്ചും നമ്മുടെ ബോധ്യമുണ്ടല്ലോ, ഒരു വിശ്വാസ്യതയെക്കുറിച്ചുള്ള, അതനുസരിച്ചുമാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ കോമ്പൗണ്ടിങ് ഇഫക്റ്റൊക്കെ വരുന്ന നല്ലൊരു പ്ലാനുണ്ടോ? അങ്ങനെ ഒരെണ്ണം LICയിൽ ഇല്ലെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും കോമ്പൗണ്ടിങ്ങിൻ്റെ അപാരത ആസ്വദിക്കാൻ കഴിയുന്ന പ്ലാനുണ്ട്. അങ്ങനെ ഞാനൊരു LICയുടെ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഏറ്റവും ന്യൂ ജനറേഷൻ പ്ലാൻ. അദ്ദേഹത്തിന് മാസം 30,000 രൂപയാണ് കമ്മിറ്റ്മെൻറ്റ്. അതായത് വർഷം 3,60,000 രൂപ അദ്ദേഹം അടയ്ക്കുന്നു. 18 വർഷം ടേം വെച്ചു. 18 വർഷം ടേം വെച്ചെങ്കിലും ഈ പ്ലാനിന്, ഈ പർട്ടിക്കുലർ യൂണിറ്റ് പ്ലാനിന് ഏത് വർഷം വേണമെങ്കിലും മെച്യൂരിറ്റി നമുക്ക് മേടിക്കാം. അതായത് യൂണിറ്റ് ഫണ്ട് വാല്യൂ മുഴുവൻ ഏത് സമയം പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ വിഡ്രോ ചെയ്യാം. 6 മുതൽ 10 വരെ വർഷങ്ങളിൽ വേണമെങ്കിൽ 20% ഓഫ് യൂണിറ്റ് ഫണ്ട് വാല്യൂ. 11 മുതൽ 15 വർഷം വരെയാണെങ്കിൽ 25% യൂണിറ്റ് ഫണ്ട് വാല്യൂ. അദ്ദേഹത്തിൻ്റെ ടേം 18 വർഷമാണ്. അപ്പോൾ 15 വർഷം മുതൽ 18 വർഷം വരെ അദ്ദേഹത്തിന് വേണമെങ്കിൽ 30% ഓഫ് യൂണിറ്റ് ഫണ്ട് വാല്യൂ, അന്നത്തെ ഫണ്ട് വാല്യൂവിൻ്റെ 30% വരെ വിഡ്രോ. ഇങ്ങനെയുള്ള ഫ്രീഡം ഉണ്ട്. വേണമെങ്കിൽ ഫുള്ളായിട്ട് മതിയാക്കുകയും ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു. വളരെ ഇലാസ്റ്റിക്കാണ്, ഫ്ലെക്സിബിളാണ്, കൊള്ളാമെന്നോ. എന്ത് കിട്ടും? അതായത് ഇപ്പോൾ 27 വയസ്സാണ്, 18 വർഷം ടേം വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ 45-ാമത്തെ വയസ്സ്. ഈ 45-ാമത്തെ വയസ്സെന്ന് പറയുന്നത് അദ്ദേഹത്തിന് പർട്ടിക്കുലർലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ലൈഫിൽ. എന്താണെന്നറിയാമോ? ഒന്നുകിൽ ഒരു വീട് വയ്ക്കുന്ന കാര്യം, അതല്ലെങ്കിൽ ഉണ്ടാകുന്ന അടുത്ത തലമുറ ഉണ്ടാകാൻ സാധ്യതയുള്ള കുട്ടികളുടെ ഒരു ക്രിട്ടിക്കൽ ഏജ്, എഡ്യൂക്കേഷൻ്റെ ആരംഭിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതിന് കുറച്ച് ഫണ്ട് എങ്ങനെയും ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഐഡിയയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് കിട്ടുന്നതെന്നുള്ള ഞാൻ പറഞ്ഞു. അതായത് ഒരു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, ആ എല്ലാ ചിലവും പിടുത്തവും എല്ലാം പോയിട്ട് നമുക്ക് കിട്ടുന്ന വരുമാന പെരുപ്പ് എത്രയാണെന്നുള്ളത് 18% വരെ ആകാനുള്ള സാധ്യതയാണ് ഈ യൂണിറ്റ് പ്ലാനിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് 3,49,00,000 കിട്ടും. മിനിമം ഒരു 12% ഉള്ളൂ ഈ ഗ്രോത്ത് എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് 1,88,00,000 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ CAGR അല്ലെങ്കിൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഇങ്ങനെ നിശ്ചയിക്കപ്പെടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, ഈ യൂണിറ്റ് പ്ലാനിൽ കൊടുക്കുന്ന പ്രീമിയം ഇൻവെസ്റ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് Nifty 50-യും Nifty 100-ഉമാണ്. ഇത് തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർഷത്തിൽ 4 പ്രാവശ്യം ഫ്രീ ആയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം. ജസ്റ്റ് ഒരു ഇമെയിൽ അയച്ചാൽ മതി. അത് LIC ബ്രാഞ്ച് ഓഫീസിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും നമുക്ക് റിപ്ലൈ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിഫ്റ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഇവിടെ ലൈഫ് ഇൻഷുറൻസും കൂടെ കിട്ടുന്നു. ഏറ്റവും ആകർഷണീയമായ കാര്യം, ഇന്നത്തെ ന്യൂ ജനറേഷൻ ഭാഷയെ പറഞ്ഞാൽ അഡാർ ഫെസിലിറ്റി കൂടെ ഈ യൂണിറ്റ് പ്ലാനിലുണ്ട്. എന്താണെന്നറിയോ? ഫ്രീ ആയിട്ട് ഗ്യാരൻറ്റീഡ് ആയിട്ട് ഷെയർ വാങ്ങി ഇതിൽ ഫ്രീ ആയിട്ട് ആഡ് ചെയ്ത് തരും നമുക്ക്. അങ്ങനെ ഒരു ഫെസിലിറ്റി. അതെന്താണെന്ന് വെച്ചാൽ 6-ാമത്തെ വർഷം നമ്മൾ
ഒന്നും പിൻവലിക്കാതെ ഈ പോളിസി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 18,000 രൂപയുടെ അന്നത്തെ ഓഹരി മൂല്യം അനുസരിച്ചുള്ള നമ്പർ ഓഫ് ഓഹരി വാങ്ങി LIC നമ്മുടെ പേര് ഇട്ട് തരും സഞ്ചിയിൽ. 10ാമത്തെ വർഷവും നിലനിർത്തുകയാണെങ്കിൽ ഈ പോളിസിയുടെ ആനുവൽ പ്രീമിയത്തിൻ്റെ 10%, അതായത് 36,000 രൂപയുടെ ഫ്രീ ഓഹരി വാങ്ങി ഗ്യാരൻറ്റീഡായിട്ട് ആഡ് ചെയ്ത് തരും. പക്ഷെ 15ാമത്തെ വർഷവും നിർത്തുകയാണെങ്കിൽ 20%, അതായത് 72,000 രൂപയുടെ സൗജന്യ ഓഹരി ഗ്യാരൻറ്റീഡായിട്ട് വാങ്ങി ആഡ് ചെയ്തേക്കും. അപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ചക്ക വാങ്ങുന്ന ചന്തയിൽ ചക്കയ്ക്കാണ് പ്രാധാന്യം, ഏത് ചക്ക എങ്ങനത്തെ ചക്ക എന്നൊക്കെ ഉള്ളതാണ്. ഇതുപോലെ ഓഹരി വിപണിയിൽ നമ്മൾ എവിടെ നിക്ഷേപിച്ചാലും, അത് LIC വഴി നിക്ഷേപിച്ചാലും ശരി, മ്യൂച്വൽ ഫണ്ട് വഴി നിക്ഷേപിച്ചാലും ശരി, അവിടെ നമ്മൾ നോക്കേണ്ട എത്ര ഷെയർ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഫ്രീ ഷെയർ ഇവിടെ തരികയാണ്, അതും ഗ്യാരൻറ്റീഡായിട്ട് തരികയാണ്. ഇത് ഒരൊറ്റ മറ്റ് സമ്പാദ്യ മാർഗ്ഗങ്ങളിലും അങ്ങനെ ഗ്യാരൻറ്റീഡ് അഡിഷൻ എന്ന് പറയുന്ന സാധനം ഷെയർ മാർക്കറ്റിൽ ഇല്ല. അപ്പോൾ അത് കിട്ടുന്നു. പിന്നെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 36 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അത് ഡബിൾ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് കൂടെ വരികയാണെങ്കിൽ 72 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആയിട്ട് മാറും ആക്സിഡൻ്റൽ കോസ് ഓഫ് ഡെത്തിന്. ഇതെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, അദ്ദേഹം ഒരു വർഷം ടോട്ടൽ 18 വർഷം അടയുന്ന പ്രീമിയം എന്ന് പറയുന്ന 64 ലക്ഷത്തി ചില്ലുവാനം വരും. ഈ 64 ലക്ഷത്തി ചില്ലുവാനം രൂപയാണ് ഒന്നുകിൽ 1,88,00,000 രൂപ എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ സാധ്യതയിലേക്കോ, അതല്ലെങ്കിൽ 3,49,00,000 രൂപയോ അതിലധികമോ എന്ന് പറയുന്ന ഏറ്റവും വർദ്ധിച്ച സാധ്യതയിലേക്കോ പെരുകാനുള്ള ചാൻസ് ഉള്ളത്. 3 കോടിയുടെ ഒരു ടേം ഇൻഷുറൻസ്, ഏറ്റവും പുതിയ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള യുവ ടേം പോളിസി, അതും കൂടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മന്ത്ലി 2,800 രൂപ മാറ്റി വെച്ചാൽ അദ്ദേഹത്തിന് അതും നേടാവുന്നതാണ്. അപ്പോൾ വണ്ടിക്ക് വരെ പ്രീമിയം അടയ്ക്കുന്ന, അതിൽ കൂടുതൽ അടയ്ക്കുന്നുണ്ട് അദ്ദേഹം. ഇപ്പോൾ നല്ലൊരു ഹൈ എൻഡ് വണ്ടി, ഇപ്പോൾ പ്രീമിയം വണ്ടി മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇൻഷുറൻസിന് തന്നെ കൂടുതൽ അടയ്ക്കുന്നുണ്ട്, തിരിച്ച് കിട്ടാത്ത പ്രീമിയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വയം ഒരു വണ്ടിയായി കരുതി അദ്ദേഹം സ്വയം ഇൻഷുർ ചെയ്തു, ടേം ഇൻഷുറൻസ് എടുത്തു. അത് 3 കോടിയുടെ മാസം ഒരു 2,800 രൂപയ്ക്കകത്ത് മാറ്റി വെച്ചുകൊണ്ട് അതും ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പം നമ്മൾ ഇതാണ് പറയുക. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് ഇത് തന്നെയാണ് ബെസ്റ്റ് പോളിസി. കാരണം അദ്ദേഹത്തിൻ്റെ ഈ അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറും കൂടെ പ്രോസ്പെക്റ്റ് നോക്കുമ്പോൾ ഇതുപോലെ സെർവ് ചെയ്യുന്ന മറ്റൊരു സാധനം ഇല്ല. അപ്പോൾ ഏറ്റവും നല്ല പോളിസി എന്ന് വെച്ചാൽ പുള്ളി പറയും ഇതാണ് ഏറ്റവും നല്ല പോളിസി എന്ന് പറയും. അതാണ് ഏറ്റവും നല്ല പോളിസി സെലക്ട് ചെയ്യുന്നതിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കഥ. ഒരുപാട് കഥകളുണ്ട്, നമുക്ക് വീണ്ടും കാണാം. ഇൻഷുറൻസ് ഫാക്സിൻ്റെ മറ്റ് എപ്പിസോഡുകൾ വരുന്നതാണ്. നന്ദി.